ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്ക് പുതിയൊരു റീഡിംഗ് നോക്കാം. ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, എനർജി, നിങ്ങൾക്കൊരു അവസരം, എന്തെങ്കിലും ഒരു അവസരം വന്നിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം, എനർജി നോക്കാം, അത് എങ്ങോട്ടത്തേക്ക് പോകുന്നു നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് Ace of Pentacles, second card Nine of Pentacles, Eight of Swords, King of Wands. 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, യൂണിവേഴ്സുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നയൻ ഓഫ് പെൻഡക്കിൾ ഉണ്ട്. ഫസ്റ്റ് കാർഡ് നയൻ ഓഫ് പെൻഡക്കിളും, സെക്കൻഡ് കാർഡ് എയ്റ്റ് ഓഫ് വോൺസ്, സോഡും, കിങ് ഓഫ് വോൺസും ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ധനസമ്പാദത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബ്ലൈൻഡായിട്ട് ആരെയും വിശ്വസിക്കരുത്, ബ്ലൈൻഡായിട്ട് ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ, അതായത് ഒരു പക്വത എത്തിയ ഒരാളിനെ പോലെ വേണം നിങ്ങൾ ആ കരിയറിൽ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. ഇതൊരു അബണ്ടൻസിൻ്റെയും ഒരു പ്രോസ്പെരിറ്റിയുടെ ഒരു ലക്കിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ വ്യക്തമായി യൂസ് ചെയ്യുക, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി, ബ്ലൈൻഡ് ആകാതെ കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സണെ പോലെ കൈകാര്യം ചെയ്യുക. അത് ഏത് ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും, അത് കരിയർ ആയാലും, ജോബായാലും, റിലേഷൻഷിപ്പ് ആയാലും, ഫാമിലി ആയാലും, എന്ത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിലും അത് അബണ്ടൻസ് തരുന്നത് തന്നെയാണ്. അബണ്ടൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് പ്രോസ്പെരിറ്റി വരുന്നുണ്ട്, ധനാഗമനമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് കിട്ടാനുള്ളതായിരിക്കാം, കുടുംബസ്വത്തോ മറ്റെന്തെങ്കിലും. പക്ഷെ അതിൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് തീരുമാനം എടുക്കരുത്. നിങ്ങളെ ചതിക്കാനായിട്ട് പലരും കാത്തു നിൽപ്പുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ബ്ലൈൻഡ് ആകാതെ ഇൻ്റലക്ച്വലായിട്ട് തീരുമാനം എടുത്ത് വേണം. ഒരു പക്വത എത്തിയ ഒരാളിനെ പോലെ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റും. ഈ അബണ്ടൻസ് കൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റേജ് എത്താൻ പറ്റും. അത് പക്വതയുള്ളൊരു തീരുമാനങ്ങളായിരിക്കണം ഓരോ സിറ്റുവേഷനിലും, ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും. ആ ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ അബണ്ടൻസ് ഈ രീതിയിലായി മാറുന്നു. നിങ്ങളൊരു കിങ്ങിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അന്നേരം അതിൻ്റെ അകത്ത് സൂക്ഷ്മതയോടുകൂടി തീരുമാനങ്ങളെടുക്കുക, ബ്ലൈൻഡ് ആകാതിരിക്കുക. ഇതാണ് ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. കറണ്ട് എനർജിയാണ്, സിറ്റുവേഷനാണ്. അത് എങ്ങോട്ടത്തേക്ക് പോകുന്നത് വെച്ചാൽ ഇതിലേക്കാണ് പോകുന്നത്. ഇത് എനർജിയാണ്, നല്ലൊരു അബണ്ടൻസിൻ്റെ എനർജി കിട്ടിയിട്ടുണ്ട്. സിറ്റുവേഷൻ ഇതാണ് നിങ്ങളുടേത്. നിങ്ങൾ അതിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ അതാണ്. നിങ്ങൾക്ക് എത്തിപ്പെടുന്നത് ഇതിലോട്ടാണ്. അങ്ങനെ പക്വമായിട്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു കിങ്ങിനെ പോലെ നിങ്ങൾക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റേറ്റ് ഹീലിംഗും ചെയ്യുന്നുണ്ട്, ഓറ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അബണ്ടൻസ് ആയിട്ടിരിക്കുക. അബണ്ടൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇത് റെസൊനേറ്റ് ചെയ്യുന്നവർ അബണ്ടൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെസ്സേജ് ഇടുക, വീഡിയോ ഷെയർ ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് ഇതൊരു വലിയ ബ്ലെസ്സിങ് ആയി മാറും. അതിൽ നിങ്ങളും ഒരു ഭാഗമായി മാറും. നിങ്ങൾക്കും അതുവഴി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടും, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.